നമസ്കാരം. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കുന്നത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയെടുത്ത് ബ്രെയിനിലെ ഓക്സിജൻ ലെവൽ മാക്സിമം വർദ്ധിപ്പിക്കാനുള്ള 10 മിനിറ്റത്തെ യോഗ വർക്കൗട്ടാണ്, യോഗ എക്സർസൈസാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ബ്രെയിനിൻ്റെ ഓക്സിജൻ ലെവൽ കൂട്ടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രാണായാമമാണ്. പ്രാണായാമത്തിൽ തുടങ്ങുന്നതാണ് നല്ലത്. അതിനുവേണ്ടി നമുക്കിഷ്ടമുള്ള ഒരു കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കാം. പക്ഷേ നട്ടെല്ല് നിവർന്നിരിക്കണം. നട്ടെല്ല് നിവർന്നിരിക്കുമ്പോഴാണ് ലങ്സിന് കൂടുതൽ വികാസം ഉണ്ടാകുകയും കൂടുതൽ ഓക്സിജൻ ലങ്സിൽ കയറാൻ സഹായിക്കുകയും ചെയ്യുന്നത്. ഞാനിവിടെ അനുലോമ വിലോമ പ്രാണായാമമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു മൂക്ക് അടച്ചു പിടിച്ച് ഒരു മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്നു. ഡീപ്പായിട്ടും റിലാക്സ് ചെയ്ത് ശ്വാസം എടുക്കുക. അതിനുശേഷം 2 മൂക്കും അടച്ചു പിടിക്കുക. 8 സെക്കൻഡ് നമ്മൾ ശ്വാസം ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം എടുക്കാത്ത മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ട മൂക്കിൽ കൂടെ വീണ്ടും ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ടു. ഈ അനുലോമ വിലോമ പ്രാണായാമം അറ്റ് എ ടൈം നമുക്ക് 5 പ്രാവശ്യം ചെയ്യാം. നമ്മുടെ ബ്രെയിനിലെ ഓക്സിജൻ ലെവൽ വളരെ പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു എക്സർസൈസാണിത്. അതുപോലെ നമ്മുടെ ശരീരവും മനസ്സും പെട്ടെന്ന് റിലാക്സ് ആകാനും ഇത് സഹായിക്കുന്നുണ്ട്. വജ്രാസനത്തിലിരുന്ന് നമുക്ക് പ്രാണായാമം ചെയ്യാം. ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ കൂട്ടുന്നത് ബെൻഡിങ് എക്സർസൈസുകളാണ്. ഫോർവേഡ് ബെൻഡിങ്, ബാക്ക്വേഡ് ബെൻഡിങ് എക്സർസൈസുകൾ. വജ്രാസനവും സുപ്ത വജ്രാസനവും മിക്സ് ചെയ്തിട്ടുള്ളൊരു വേരിയേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വജ്രാസനത്തിരുന്ന് നമ്മൾ ബാക്കിലേക്ക് മലർന്ന് കിടക്കുന്നു. ആദ്യമായിട്ട് ചെയ്യുന്നവർ ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് ബെൻഡ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് തൽക്കാലം ഒന്ന് കുറച്ചിട്ടാണ് ബ്രെയിനിലോട്ട് കൂടുതൽ ബ്ലഡ് എത്തിക്കുന്നത്. അതിനുശേഷം നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ഫോർവേഡ് ബെൻഡിങ്, ആ പൊസിഷൻ ഇരുന്നുകൊണ്ട് തന്നെ ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നു. ഈ സമയത്ത് നമ്മൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം. ബ്രെയിനിൽ ഓക്സിജൻ ലെവൽ കൂടുമ്പോൾ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളാണ് ഫിസിക്കലി മെൻ്റലി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ബോഡി നന്നായിട്ട് എനർജറ്റിക് ആവുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ക്ഷീണം മാറി നല്ല മൈൻഡ്ഫുൾനെസ് ഉണ്ടാകുന്നു. ശരീരം ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കൺഫ്യൂസ്ഡ് മൈൻഡ് കൂടുതലായിട്ട് വരുന്നത്. അത് മാറി പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത്. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലൊരു യോഗയാണ്, ഡെയിലി ചെയ്യേണ്ട യോഗയാണ്. കാരണം ഇത് ചെയ്താൽ നല്ല അറ്റൻഷൻ ഉണ്ടാകുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതോടുകൂടി ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഓവറോളായിട്ടുള്ളൊരു പെർഫോമൻസ് ലെവൽ വർദ്ധിക്കുകയാണ്. ബ്രെയിൻ നന്നായിട്ട് ഓക്സിജനേറ്റ് ആകുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി ഓട്ടോമാറ്റിക്കായിട്ട് മാറും. കാരണം എന്തിനെ ഫേസ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കവിടെ വരും. വളരെയേറെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് അങ്ങ് വർദ്ധിക്കുവാണ്. പ്രത്യേകിച്ചും ഫിസിക്കൽ ബോഡിയുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുമ്പോൾ അത് മനസ്സിനെയും കൂടെ ബാധിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട്. ഇത് നമ്മൾ ഒരു ഫോർവേഡ് ബെൻഡിങ് എക്സർസൈസാണ്. ഇതെല്ലാം ഫോർവേഡ് ബെൻഡിങ് ആണ്. നമ്മൾ നിന്നുകൊണ്ട് പാദഹസ്താസനത്തിൻ്റെ ഒരു വേരിയേഷൻ. ഇവിടെ നമ്മൾ തല തറയിൽ മുട്ടിക്കാനായിട്ട് കാലുകൾ നന്നായിട്ട് അകത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ മേലോട്ട് ഉയരുമ്പോൾ ശ്വാസം എടുക്കാം, കുനിയുമ്പോൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം. നമ്മൾ പാദഹസ്താസനം ചെയ്യുമ്പോൾ കാലുകൾ അടുപ്പിച്ച് വെച്ച് ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ കാലുകൾ അകത്തി വെച്ച് വേണം ചെയ്യാൻ. അടുത്തായി നമുക്ക് ഓവറോളായിട്ട് സർക്കുലേഷനെ ബൂസ്റ്റപ്പ് ചെയ്തൊരു എക്സർസൈസാണ്. വജ്രാസനത്തിൽ ഇരുന്ന് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിയുന്നു. അതിനുശേഷം നമ്മൾ 2 കാലും പുറകോട്ട് മാറ്റി പർവ്വതാസനത്തിൻ്റെ ഒരു വേരിയേഷൻ നമ്മൾ ചെയ്യുകയാണ്. ഈ സമയം ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക്, ശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് അകത്തോട്ട് കയറിക്കോളും. കണ്ടോ, ഭുജംഗാസനം. ഭുജംഗാസനം ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം. പർവ്വതാസനം ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടണം. ഈ വർക്കൗട്ട് എല്ലാം തന്നെ 5 മുതൽ 10 പ്രാവശ്യം വരെ ചെയ്യണം. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ ഒക്കെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യും. കാരണം അതുപോലുള്ള ബെൻഡിങ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ യോഗ എക്സർസൈസ് കഴിഞ്ഞിട്ട്, ഓരോ ആസനങ്ങൾ കഴിഞ്ഞിട്ട് ബ്രീത്ത് എടുത്ത് നന്നായിട്ട് റിലാക്സ് ചെയ്യണം. അതിനുശേഷം വേണം അടുത്ത എക്സർസൈസിലോട്ട് പോകാൻ. ഈ യോഗയൊക്കെ ചെയ്യുമ്പോൾ രാത്രി നല്ല ഉറക്കം നമുക്ക് കിട്ടുന്നു. ഈ ഉറക്കത്തെ കൂടി നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് ഓക്സിജനേറ്റഡ് ആകുന്നുണ്ട്. നമ്മൾ ഈ വജ്രാസന പൊസിഷൻ ഇരിക്കുമ്പം തന്നെ തലയിലേക്കാണ് കൂടുതൽ ബ്ലഡ് എത്തുന്നത്.
ബ്രെയിനിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും ശരീരത്തിന്. കരൾ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ തന്നെ മസിൽ പെയിന്, അതുപോലെ കൈകാല് പെരുപ്പുകൾ, ഇതൊക്കെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഓക്സിജൻ്റെ ലെവൽ കുറയുമ്പം കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ മസിൽസ് ഒരുപാട് ഒരു 20% മസിൽസ് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ക്ഷീണം, തലചുറ്റൽ, തലകറക്കം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ യോഗ നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആസനമായിട്ടുള്ള പവനമുക്താസനം ചെയ്യാം. ആദ്യം പവനമുക്താസനം ചെയ്യാം, ഓരോ കാല് വെച്ച്. പിന്നീട് 2 കാലും വെച്ചുള്ള ബെൻഡിങ്. ഇവിടെ നമ്മൾ മൂക്ക് മുട്ടിൽ മുട്ടിക്കുമ്പോൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം. ഇത് ചെയ്യുമ്പോഴും നമ്മൾ തൽക്കാലത്തേക്ക് കാലുകളെ ഒന്ന് ടൈറ്റാക്കിക്കൊണ്ട് ബ്രെയിനിലോട്ട് കൂടുതൽ ബ്ലഡ് എത്തിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റിലെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല യോഗയാണിത്. അതുപോലെ തന്നെ യൂറിനറി പ്രോബ്ലം വരാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു എക്സർസൈസാണ്. നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസൊക്കെ പുറത്തോട്ട് പോയി നല്ല ഡൈജഷൻ ഉണ്ടാവും ഇത് ചെയ്യുമ്പോൾ. ആക്ച്വലി നല്ല രീതിയിലുള്ളൊരു യോഗയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ശരീരം നന്നായിട്ട് വിയർക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. കാരണം ശരീരം പെട്ടെന്ന് വിയർക്കും. കാരണം ബ്രെയിനിലോട്ട് കൂടുതൽ ബ്ലഡ് വരുന്നു. നമ്മുടെ ശരീരത്തിൽ ആദ്യമായിട്ട് വിയർക്കുന്നത്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വിയർക്കുന്ന തലഭാഗമാണ് വിയർക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്, എല്ലാ അവയവങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ സിസ്റ്റമാണ്. ഈ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡാണ് ഓക്സിജൻ. അതുപോലെ ഈ ബ്രെയിൻ കൊണ്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്നവർക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക്, ഇവർക്കൊക്കെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ നമ്മുടെ എനർജി കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഫിസിക്കൽ വർക്കിനേക്കാൾ കൂടുതൽ മെൻ്റൽ വർക്കിനാണ് കൂടുതൽ എനർജി നഷ്ടപ്പെടുന്നത്. അപ്പം ബ്രെയിനിലേക്ക് കൂടുതലായിട്ട് ഓക്സിജൻ ലെവൽ കൂട്ടാനായിട്ട് പ്രാണായാമം ഏറ്റവും നല്ലൊരു മെത്തേഡ് പ്രാണായാമം. പിന്നെ ഇതുപോലുള്ള ഫോർവേഡ് ബാക്ക്വേഡ് ബെൻഡിങ് എക്സർസൈസുകൾ. ഇവിടെ നമ്മൾ ഓരോ കാലും മടക്കി ബെൻഡ് ചെയ്തതിന് ശേഷം 2 കാലും ഒന്നിച്ച് മടക്കാം. ഓരോന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 10 മുതൽ 15 പ്രാവശ്യമൊക്കെ ചെയ്യാം. ആക്ച്വലി ഇവിടെ നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഇവിടെ ഈ ബ്രെയിനിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറോളായിട്ടുള്ള എല്ലാ ഫങ്ഷനും, നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ എല്ലാ ഫങ്ഷനും നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഓരോന്നും ചെയ്യുമ്പോഴും. ഇപ്പോൾ ഈ കാണിക്കുന്ന പവനമുക്താസനം എന്ന് പറയുന്ന യോഗ നമുക്ക് വയറ് കുറയാനായിട്ട്, വയറിലെ ഫാറ്റ് കുറയാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ നോക്കിയറിയാം, 2 കാലും നമ്മൾ നന്നായിട്ട് മടക്കി നമ്മളിത് മൂക്ക് മുട്ടിൽ മുട്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വയറിൻ്റെ ഭാഗം നന്നായിട്ട് സ്ട്രെയിൻ എടുത്ത് നന്നായിട്ട് ചുരുങ്ങുന്നുണ്ട്, മാക്സിമം ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ ഫാറ്റ് കൂടാനുള്ളൊരു ടെൻഡൻസി, വയറിൻ്റെ ഭാഗത്ത് കൂടാനുള്ള ടെൻഡൻസി കുറയും. അതുപോലെ ഈ കാല് മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ ആക്കുമ്പോൾ അവിടെയുള്ള മസിൽസിനൊക്കെ നല്ല അയവ് കിട്ടി ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ശരീരത്തിനെ നമ്മൾ തന്നെ ടൈറ്റാക്കിക്കൊണ്ട് പിന്നെ റിലാക്സ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ ഈ ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റ്സും, ഓരോ കാല് വെച്ച് ചെയ്യുന്നത്, 2 കാല് മടക്കി ചെയ്യുന്നതെല്ലാം ഒരു 10 മുതൽ 15 പ്രാവശ്യം വരെ ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്ന ഈ എക്സർസൈസുകളെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് ഓക്സിജനേറ്റഡ് ആകുന്നു. അപ്പോൾ ബ്രെയിന് വേണ്ടിയിട്ടുള്ള യോഗ ചെയ്യുമ്പോൾ എപ്പോഴും രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.